ഓക്കെ ബോയ്സ്, എൻജോയ്. അവളുടെ മുന്നിൽ ആളാവുന്ന ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോൽക്കാൻ ഇഷ്ടമല്ലടാ. നമ്മൾ ഈ ഡീല് ജയിച്ചേ പറ്റൂ. യുദ്ധത്തില് രാമന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടായതുകൊണ്ടാ രാമൻ ജയിച്ചു തന്നെ. ഈ ഞാൻ കൂടെയുള്ളപ്പോ ചേട്ടൻ തോക്കുന്ന കാര്യം പേടിക്കണേട്ടാ. ഞാൻ ഇപ്പൊ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ. ഇനി ടെൻഷൻ അടിക്കണ്ട ചേട്ടൻ. ഒരു മിനിറ്റ്. ചേട്ടാ, ഈ കിച്ചണിൽ ഇന്റർനെറ്റ് വർക്ക് ആവുന്നില്ല. നമുക്ക് ഇന്റർനെറ്റ് ഒന്നും വേണ്ട. റെസ്റ്റോറന്റിലൊക്കെ ആണുങ്ങൾ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. നമുക്ക് ട്രൈ ചെയ്യടാ. ആ ശരി, എങ്ങനെയാ തുടങ്ങണ്ടേ? ഞാൻ വലിയ ഷെഫല്ലേ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാം. എവിടെന്നെങ്കിലും തുടങ്ങ്. ഇതെന്താണ്, മെഷീൻ കണ്ണാണോ? ഈ സ്റ്റെപ്പ് എന്താ ഓണാവാത്തത്? ഇതിപ്പോ എന്റെ രണ്ടാമത്തെ മാച്ച് ബോക്സാ തീരുന്നേ. ഇതിപ്പോഴൊന്നും ഓണാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഒറ്റ കാരണ ഡീല് വെച്ചത്. ഡീലായ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും ചേട്ടാ. നിക്ക്, ഒരു 5 മിനിറ്റ് താ, ഇപ്പൊ ഓണാക്കാം. വിക്രാന്ത്, അല്ലടാ, ഈ സാമ്പാർ എങ്ങനെ വെക്കുക? സിമ്പിളാ ചേട്ടാ. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിൽ ഉണ്ടാവാ. സോ ഫസ്റ്റ് വാട്ടർ ആഡ് ചെയ്യണ്ടേ? വാട്ടർ. എക്സാക്ട്ലി. ബോഡിക്ക് കുറച്ച് ഫാറ്റ് വേണം. അതുകൊണ്ട് ഇപ്പോ കുറച്ച് ഓയിൽ ഒഴിക്കാം. എടോ വിക്കി, കത്രിക എടുത്ത് മുറുക്കി. സോറി. ബോഡിക്ക് ഫാറ്റ് കിട്ടിയ ആരോഗ്യം ഓയിൽ ഒഴിക്കുന്നു. അല്ലട വിക്കി, ഈ സാമ്പാറിനെ റെഡ് കളറല്ലേ ഉണ്ടാവുക? സിമ്പിൾ അല്ലേ ചേട്ടാ? അതിന് ഈ മുളക് പൊടി ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇട്ടാലേ പക്ക റെഡ് കളർ ആവുന്നുണ്ടോ? ആ വിക്കി, ഈ സാമ്പാറിന്റെ ഉള്ളിലെ ഈ സ്മോൾ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്റെ ചേട്ടാ, അതിന് എന്താ ചെയ്യേണ്ടെന്നറിയോ? അതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ചുമ്മാ ഇട്ടാ മതി. അത് തനിയെ കട്ടായിക്കോളും. ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെറുതെ കണ്ണീരൊക്കെ വരുത്തി എന്തിനാ റിസ്ക് എടുക്കുന്നേ? എടുത്തേ. ഇട്. കറക്റ്റ്. ഞാനും കൂടി ഇട്ടാ. എന്താ പിടിച്ചോ? യെസ്. പൊട്ടറ്റോ ഇടട്ടെ? പൊട്ടറ്റോയോ? വെരി 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 ഇമ്പോർട്ടന്റാ. എന്താടാ ഇത്? വിക്രാന്ത്, ചേട്ടാ, അത് റാഡിഷ്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാന്നേ. ഇട്. അങ്ങനെയാണോ? അപ്പൊ എല്ലാവർക്കും നല്ലതല്ലേ? എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. വിക്രാന്ത്, ഒരു സ്മെല്ലും വരുന്നില്ലല്ലോടാ. ചേട്ടാ, സ്മെല്ല് വരണമെന്നുണ്ടെങ്കിലേ ഈ മല്ലിയിലയും പുതിനയും നമ്മുടെ വേപ്പിലൊക്കെ കൂടി ഇങ്ങനെ ചേർത്തങ്ങ് ഇടണം. വേഗം ഇത് പിടിച്ചേ. എന്നാ ഫുൾ അങ്ങോട്ട് ഇടിച്ചേട്ടാ. എത്ര പേർക്ക് കഴിക്കാനുള്ളതാ? കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ? നമ്മള് കുറെ ആൾക്കാരുള്ളതല്ലേ? കൂടുതൽ സാമ്പാർ. ശരിയാ. ഓക്കെ. ഇനി ഇളക്കട്ടെ. തകില് പൊകില് കുരുവ കുഴല് തന്തനത്തിന് സൂപ്പർ ആയിട്ടാ. എന്ത് സ്മെല്ലാ! സോറി, ഒരു ഇമ്പോർട്ടന്റ് കോൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇപ്പൊ ഞാൻ വന്നല്ലോ.
ഇനിയിപ്പോ എല്ലാം ഞാൻ ശരിയാക്കി തരാം. അതെ സുമേഷേട്ടാ ഒന്ന് നിന്നേ. ഹലോ, ഇത് ചീറ്റിങ്ങാ. ആണുങ്ങളെ തടയുന്നത് മഹാ അപരാധമാ. അതെ, കളിയിൽ ജയിച്ചത് എന്റെ ചേച്ചിയാ. എന്നിട്ട് ചേട്ടൻ ഒരു അസിസ്റ്റന്റിനെ കൊടുത്തു. ഇനി താനും കൂടെ അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്യണ്ട. ഞാൻ അങ്ങോട്ട് പോയാൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വിക്രാന്ത്, സാമ്പാർ റെഡ് കളർ ആയിരുന്നു. നോക്കി, നിങ്ങളെ ബാച്ചിലറാ, എല്ലാം ഉണ്ടാക്കി ശീലം ഉണ്ടാവും. അവിടെ നിന്നാ മതി. ബോസേ, എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ ഇവരെല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാ. ഇവരെന്നെ ഇങ്ങനെ ഇവിടെ തടഞ്ഞു നിർത്തിയാ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും ബോസേ? എടോ സുമേഷേ, താൻ ടെൻഷൻ ആവണ്ടോ. നല്ല സൂപ്പർ സാമ്പാർ റെഡിയാക്കൊണ്ടിരിക്കുക. ചേട്ടാ, ഒരു കാര്യമുണ്ട്. നമ്മൾ ഉപ്പിടാൻ മറന്നു. ഉപ്പ് കൊണ്ടുവരാ. ഉപ്പ് മറന്നോ? ഇട് ഇട് ഇട്, വേഗം ഇട്. സാമ്പാർ. എടാ വിക്കി, യെസ്. വാട്ട് ഈസ് ദിസ് മാൻ? ഓ സോറി ചേട്ടാ. സാമ്പാറിൽ ആവശ്യമില്ലടാ. ഓ സോറി. ഇതില് ഞാൻ കുറച്ച് സാനിറ്റൈസർ വെക്കട്ടെ. സോറി, ജേക്ക് അടിച്ചതാ. വിക്കി, ഇത് കളർ കുറച്ചും കൂടെ വേണ്ടേ? അതിനെന്താ, നമ്മുടെ കയ്യിൽ മുളക് പൊടി ഉണ്ടല്ലോ. ഇട് ഇട് ഇട്, വേഗം ഇട്. ഹൗ ഡെയർ യു! എന്റെ റൂമിനകത്തേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഈ വീട്ടിലേക്ക് കയറി വന്നവന് റൂമിലേക്ക് കയറി വരാൻ പറ്റില്ലേ അമ്മേ? ഷട്ട് അപ്പ്! ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. ആക്ച്വലി എനിക്കും ആഗ്രഹമില്ല അത്. അങ്ങനെ വിളി കേൾക്കാൻ നിങ്ങൾക്കും അർഹതയില്ല. ഞാൻ ഇറങ്ങുമായിരുന്നു, പക്ഷെ പോകുന്നതിന് മുന്നേ നിങ്ങളോടൊരു വാക്ക് പറയണമെന്ന് തോന്നി. എന്താ അതൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും. നിങ്ങൾ ശരിക്ക് കേട്ടോ, ഞാൻ ഇവിടെ ഇല്ല എന്ന് കരുതി എന്റെ ചേട്ടന്റെ ലൈഫിന് പ്രശ്നമാകുന്ന രീതിയിൽ ഒരു പദ്ധതിയും നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കണ്ട. ഒരു കാരണവശാലും അതിന് ഞാൻ അനുവദിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ചേട്ടൻ എന്നെ പുറത്താക്കിയെന്നേ ഉള്ളൂ. ഞാൻ ഇനിയും മരിച്ചിട്ടില്ല. ചേട്ടന്റെ മനസ്സിൽ എന്നോട് ദേഷ്യം ഉണ്ടാകാം, പക്ഷെ എന്റെ മനസ്സിൽ ചേട്ടനോട് ഒരു തരി പോലും ദേഷ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് തരികിട കാണിച്ചാലും ഈ ധ്രുവ നിങ്ങളെ വാച്ച് ചെയ്ത് നിങ്ങളുടെ പുറകെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ പ്രമീല കുട്ടി, കുട്ടിക്ക് മുട്ടുവേദന ഉള്ളത് മറന്നുപോയോ? കാലിന് എന്തെങ്കിലും ചക്രം വെച്ച് കെട്ടിട്ടുണ്ടോ? അയ്യോ, നോക്ക് നീ. കാണുന്നവരെന്ത് വിചാരിക്കും? വീട്ടിലേക്ക് വരുന്നവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാന്ന്. വീട് നിറയെ പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഇവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാന്ന് പറഞ്ഞാ അതുമല്ലാതെ വേദാന്താണെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ കൂടിയല്ലേ. അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാന്ന് പറഞ്ഞ ശരിയാണോ? അമ്മേ, ഞങ്ങളല്ല അവരോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞേ. അവര് ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാന്ന് ചലഞ്ച് ചെയ്തതാ ഞങ്ങളോട്. അടി നിങ്ങളുടെ കളിക്ക് ഒരു പരിധിയുണ്ട്, നോക്കിക്കും. അതുമല്ലാതെ അവൻ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോ നമ്മളല്ലേ അവനെ നോക്കേണ്ടത്? നമ്മൾ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവനാണോ ചെയ്യണ്ടേ? ഇന്ന് അവന്റെ പിറന്നാളല്ലേ, പാവല്ലേ അവൻ. ഒന്ന് സമാധാനായിട്ടിരിക്കും പ്രമി. ഇതെല്ലാം നടന്നത് അവന്റെ പിറന്നാളായിട്ടല്ലേ. ഇവർക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടായിട്ടല്ലേ അതൊക്കെ ചെയ്യാൻ വിട്ടത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അല്ലാന്നേ, നിങ്ങളും ഇവരുടെയൊക്കെ സൈഡ് പിടിച്ച് സംസാരിക്കാണോ? ഇവരെന്തെങ്കിലും തെറ്റിയതെങ്കിൽ മാത്രം നമ്മൾ ഇവരെ ശകാരിച്ചാ പോരെ. ഒരു തെറ്റും ചെയ്യാതെ വെറുതെ എന്തിനാ നമ്മൾ ഇവരെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് മാത്രം ഒന്നും മനസ്സിലാവില്ലല്ലോ. നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ ഫേമസ് ആയവരും ആണല്ലോ.
ഇവിടെ ആണെങ്കിലേ ഇഷ്ടം പോലെ ആൾക്കാരുള്ള വീടാണെന്ന് അറിയാമല്ലോ. എന്നാലും വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അമ്മയ്ക്ക് മനസ്സിലാവുന്ന ഭാഷ എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും അമ്മയ്ക്കെതിരെ ഇങ്ങനെ ടെൻഷൻ. അല്ല മോളെ, അവന് ഗ്യാസ് അടുപ്പി വെച്ചൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ജനിച്ചപ്പോ മുതൽ അവന് അടുക്കള കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴാണെങ്കിൽ തീയുടെ മുന്നിൽ ജോലി ചെയ്യുന്ന അവൻ എന്തെങ്കിലും പറ്റിയാലോ? ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്തു തെറ്റിന് ഞങ്ങൾ പ്രദക്ഷിണം വെക്കണോ അതോ ഏത്തിട്ടാ മതിയാവോ? പ്രമി, ഇത് ഇവരെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന കാര്യം തന്നെയാ. നീ വെറുതെ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പിള്ളേരെ വിടണം. അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ചേട്ടാ, ചോറ് റെഡിയാന്ന് തോന്നുന്നു. ഈ ചോറ് വെന്തോ നോക്കിയെന്ന്. What the hell? വിക്രാന്ത്, ഇതെന്താടാ വെള്ളം വറ്റി പോകുന്നില്ലല്ലോ? എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് ആഗ്രഹമൊന്നും ഇതാ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് കവർ ചെയ്യും, എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കും. ചിലപ്പോൾ ചൂടാവുമ്പോ ഇതിലെ വാട്ടറൊക്കെ വറ്റി പോവായിരിക്കും. അപ്പൊ ഒരു തവണ കഞ്ഞിയായ പിന്നെ ചോറാവൂല്ലേ? ഓ, ഈ ഹോം സയൻസ് എനിക്ക് അറിയില്ലായിരുന്നു. ലെറ്റ് മീ ട്രൈ. ഐ തിങ്ക് സോ. എന്താ ചേട്ടാ ഇത്? സാമ്പാർ ഒരു ഡിസാസ്റ്റർ ആയല്ലോ. എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഐ നോ, ദിസ് റിയലി ബാഡ്. ഇന്ന് എല്ലാരും കൂടെ നമ്മളെ വലിച്ചു കീറി ഉറപ്പാ. വലിയ ഡയലോഗ് അടിക്കുമ്പോഴേ ഓർക്കണമായിരുന്നു അത്. ഇറ്റ്സ് ഓക്കെ. നോക്ക്, ഈ വേദാന്ത് മേനോൻ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ആണ്. പെർഫെക്ഷൻ ഇല്ലാത്ത പല കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഡോണ്ട് വറി. ഒരു കാര്യം ചെയ്യേ, നീ പപ്പടം കാച്ച നോക്ക്. ഏ നോക്കിയത് മതി, നടക്ക്. ഓക്കെ, പപ്പടം പപ്പടം ചീഞ്ചട്ടി എണ്ണ എണ്ണ എണ്ണ. ഇത് സാമ്പാറാണോ? അതെയാ, ഹെൽപ്പ് ചെയ്യും മോളെ. ചേട്ടാ, ഡോണ്ട് വെറി, നമ്മൾ ചെയ്തിരിക്കുന്ന പാചകം കറക്റ്റ് ആയിട്ടാ ഉള്ളത്. എന്നാ ആരാടാ പറഞ്ഞേ? എന്റെ ഫ്രണ്ട് ജയേഷ് ഉണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ്. നമ്മൾ ചെയ്ത വഴികളൊക്കെ അവനടുത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലൈറ്റ് ഫ്ലെയിമിൽ 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാല് ടേസ്റ്റ് ഫുള്ള് ഡിഫറെന്റ് ആയിട്ട് അടിപൊളിയാണെന്ന് അവൻ പറഞ്ഞേ. അവൻ ശരിക്കും സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണോ? അതെ ചേട്ടാ. അത് സാമ്പാർ തന്നെയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. ഒന്ന് കാണാതെ എങ്ങനെ അവൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്? അയ്യോ, ഈ ഹോം സയൻസ് ആർക്കും മനസ്സിലാവില്ല. എന്തോ ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട്. നീ ഇപ്പൊ തന്നെ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം ഇൻസ്പെക്ഷന് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചേക്കാം. അപ്പൊ നീ വന്നാ മതി. ഓക്കെ? ഭക്ഷണം 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 ഭക്ഷണം. അമ്മ എവിടെ? വീട്ടിൽ വന്ന ഗസ്റ്റിനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചെന്നും പറഞ്ഞ് മുഖം നിർമ്മിച്ചിരിക്കുക അവിടെ. അത് മാത്രമല്ല, കൊറോണ വൈറസിന് ഭക്ഷണം ഉണ്ടാക്കാനേ മസാല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെ. മോഡേൺ നളമഹാരാജാവ് കഴിക്കാൻ പാകത്തിനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, എക്സ്ക്യൂസ് മീ. ആദ്യ വീഡിയോ കോൾ ചെയ്ത് സർട്ടിഫൈ ചെയ്തതാ. ഇത്രയും നല്ലൊരു സാമ്പാർ അവളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. ചേട്ടാ, ഇതിന്റെ ക്രെഡിറ്റ് എനിക്കും എന്റെ ഫ്രണ്ടിന് അവകാശപ്പെട്ടതാ. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ഇതുപോലൊരു സാമ്പാർ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. വേറെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാരും നന്നായിട്ട് കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ. എന്ന് വെച്ച് ഇത് ഓൺലൈൻ പാചകം എന്നാണോ പറയുന്നേ? അപ്പോ പിന്നെ ഇത് കഴിക്കുന്നത് കൊറോണയെക്കാളും ഡേഞ്ചറാ. എടോ സുമേഷേ. സുമേഷേ, ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. സ്മോൾ ബോസ് ആൻഡ് ബിഗ് ബോസ്. നല്ലോണം വിശക്കുന്നുണ്ട്, വേഗം വിളമ്പ്. ഇനി കുറച്ചും കൂടി.
നല്ലോണം കഴിക്കും. കുറച്ചും കൂടി ഇട്ടോ. കുറച്ച് മതി തന്നെ കുറച്ച് കേട്ടോ മടിയൊന്നും വിചാരിക്കല്ലേ. എന്നാ നോക്കിക്കുന്ന എല്ലാവരും കഴിക്കുന്നേ. ബോസ്, ബോസ്, ഇത് കൈയല്ല ബോസ്, ഇത് കൈയല്ല. എടോ മണ്ട, അത് കയ്യല്ലാതെ പിന്നെ കാലാണോടോ? ഇത് വെറും കൈയല്ല, കൈപ്പുണ്യുള്ള കൈയാ. ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ? ഡിസ്കസിംഗ് ഫെലോ, പോയി കഴിക്കണോ? അതെ മോനെ, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. പാചകം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കണ്ണനും കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവരെ സഹായിച്ചേനെ. അച്ഛാ, ഇപ്പൊ ഉള്ളവരെ പറ്റി സംസാരിക്കും. അതെ ചേട്ടാ, സാമ്പാർ സൂപ്പർ, ഒരു കുറവുമില്ല. സാമ്പാർ കൊള്ളില്ലെങ്കിലും ഒരു കുറവുമില്ല. എന്താ കൊറോണയ്ക്കൊരു കുറവില്ലാന്ന്. ടേസ്റ്റ് നന്നായിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? ശരി, ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് സമമാണ്. ഇപ്പൊ സമാധാനമായോ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമ്മതമൊക്കെയാ. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നീതിയതല്ലേ മോളെ? അതെയാ, ഇന്ന് ഹെൽപ്പ് ചെയ്യും മോളെ. ഈ വീട്ടിൽ എവിടെ നെറ്റ് കിട്ടുന്നേ ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇവിടെ വന്നിരിക്കുക, ഭക്ഷണം കഴിക്കുക. ശരിയാ ബോസേ, വന്നിരിക്ക്, സെൽഫ് സർവന്റ് ചെയ്യാം. അയ്യോ സുമേഷ് ഏട്ടാ, അത് സെൽഫ് സർവന്റ് അല്ല, സെൽഫ് സർവീസാ.